എനിക്ക് കിറ്റിൽ തന്ന ഇൻഗ്രീഡിയൻസ് അവല്, ശർക്കര, പിന്നെ നട്ട്സ്, കിസ്മിസ്, കോക്കനട്ട് പൗഡർ, പിന്നെ 2 ബനാന ഉണ്ട്, ഷുഗർ ഉണ്ട്, ഏലക്കായ്, നെയ്യ്. ഇനി ഇത് വെച്ചിട്ട് ഒരു പായസം റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മളെ ഐഡിയ കൂടി നമുക്ക് ഒരു പായസം റെഡിയാക്കാം. നമ്മൾ ജസ്റ്റ് അവലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അവൽ ഇത്തിരി റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നെ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യുക. പഴം ചെറുതായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് നട്ട്സ് ഇതിലേക്ക് മുറിച്ചിടാം. കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യുക. കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലാണല്ലേ? അതെ അതെ അതെ, ഞാനൊരു സിമ്പിളാണ് ഉണ്ടാക്കുന്നത്. ഇദ്ദേഹത്തിന് പ്രശ്നമില്ല, എന്താ വെച്ചാൽ നിമിഷകവി പോലെ ഓൺ ദ സ്പോട്ടാണ് റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ അതെ, ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്. എല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ മൈൻഡിലാണ് കുക്ക് ചെയ്തത്. അപ്പൊ അതുപോലെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി കാണും അല്ലേ? എന്താ ക്രിയേറ്റീവായിട്ട് ആലോചിച്ചു? എന്താലോചിച്ചു? ഞാനൊരു പിടി തന്നെയാണ് ഉദ്ദേശിച്ചത്. അന്നേരം പാത്രം എന്നെ പറ്റിച്ചു. അപ്പൊ എന്ത് പിടി ഉണ്ടാക്കി? ഞാനും ബനാനൻ്റെ ഒരു ബോൾസ് ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ ഷുഗർ സിറപ്പാക്കിയതാ. ശർക്കരയല്ല? അല്ല ശർക്കരയല്ല, ഷുഗർ കാരമലൈസ് ചെയ്ത്. അതിപ്പോ ഇതിൽ കംപ്ലീറ്റ് ഷുഗർ തന്നെയാണ്? ഷുഗർ കാരമലൈസ് ചെയ്തതാണ്, ശർക്കര ചേർത്തിട്ടില്ല. ഓക്കെ. പിന്നെ പാൽ ഏതാ യൂസ് ചെയ്തേക്കുന്നത്? പാല് തേങ്ങാപ്പാലാണോ? പാക്കറ്റ് പാലും പിന്നെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് മറ്റേ പാലും ഉപയോഗിച്ചു കുറച്ച്. പിന്നെ അവിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്. അവലകത്ത് ആക്ച്വലി ഇല്ല. ഇല്ല, ഞാൻ മേലെ ഇനി ഇടാൻ പോണതേ ഉള്ളൂ. അല്ല, മേലെ ഇട്ടതാണ്. മനസ്സിലായി. അതല്ലാതെ വേറെ ഉണ്ടാവില്ല, അത് ഇടുന്നേ ഉള്ളൂ. ഗാർണിഷിംഗ് മാത്രമേ ഉള്ളൂ. ഗാർണിഷിംഗ് നോക്കാം. ഓക്കെ, നടക്കട്ടെ. അങ്ങനെ എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ ടൈപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് പായസം റെഡിയാക്കിയത്. പിന്നെ ബനാനനെ കൊണ്ട് ചെറിയൊരു ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്.